ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോ പരിഗണിക്കുന്നുണ്ട്. കാരണം ഇത് അറ്റല്ലാതെ പോവാണ്. ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ഞാൻ മീഡിയയോട് പറഞ്ഞിരുന്നു, സമസ്ത എന്ന് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ മാതൃസംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല, ഡ്രൈവർമാർക്കാണ് കുഴപ്പം. ഇപ്പോ അലിഫൈസിയുടെ BMW എവിടെങ്കിലും കൊണ്ട് കുത്തിയാല് നിങ്ങൾ പറയും ആ കാറ് വന്ന് കുത്തിയില്ല. ആ കാറ് ഇരുമ്പാണ്, അതിന് കുത്താൻ കഴിയില്ല. അലിഫൈസിയാണ് കുത്തിച്ചത്. ഡ്രൈവർമാർക്കാണ് പ്രശ്നം. ഞാനും എന്റേതായ പങ്ക് വഹിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഞാനും അതിന്റെ ഉടമസ്ഥതയിൽപ്പെട്ട ആളാണ്. ഗൾഫിലും നാട്ടിലും സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ധാരാളം, എന്റെ ഒരു ഭാഷയിൽ ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തകരാൻ പാടില്ല. അത് ഗുരുനാഥന്മാരുടെ പവിത്ര സംവിധാനമാണ്. പണം ഞങ്ങൾ തരും. അപ്പൊ അതിനെതിരെ കേസ് കൊടുക്കാതിരിക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ അത് കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരും. കാരണം ഈ ശല്യം നിൽക്കണമല്ലോ. എനിക്ക് ശല്യം എന്നല്ല, ഞാനത് എങ്ങനെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ സമൂഹം മെനക്കെടുകയാണല്ലോ. സമൂഹത്തെ മെനക്കെടുത്താൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സമീപനം സ്വീകരിക്കുന്നത് എന്റെ സമീപനങ്ങളൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണ്. സമൂഹത്തെ മെനക്കെടുത്താൻ പാടില്ല. അനാവശ്യ ചർച്ച സമൂഹത്തിൽ, അത് മുസ്ലിങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ല. അതിന്റെ ഭാഗമാകൽ ശരിയല്ല. ഒരു തരം നിർബന്ധിതാവസ്ഥയിലാണ്. ഇപ്പൊ ഈ പത്രസമ്മേളനം തന്നെ ഫെസ്റ്റിന്റെ കാര്യമാണ്. ഈ ഒരു സമയമായതുകൊണ്ട് ഞങ്ങളെ ഫെസ്റ്റിന്റെ സമയം അതായി പോയി. നിങ്ങൾ ചോദിക്കുന്നു, പറയാൻ നിർബന്ധിതനാകുന്നു. ഇത്രേ ഉള്ളൂ. കാഫിറാക്കല് വേറെ, തീവ്രവാദിയാക്കല് വേറെ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കാഫിറാക്കിയെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ. പിന്നെ തീവ്രവാദി എന്ന് എന്നെ അറിയുന്ന ആരും പറയില്ല. എന്റെ ശിഷ്യന്മാര് പറയില്ല, എന്റെ സഹപ്രവർത്തകര് പറയില്ല, എന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ജുമയ്ക്ക് വന്നിരുന്ന ആളുകൾ പറയില്ല. നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എന്നെ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നത് തീവ്രവാദി അല്ല എന്ന്. അങ്ങനെ നിലപാടില്ല. ഇന്ത്യ രാജ്യത്തും മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്നിടത്തും ഭൂരിപക്ഷമായി ജീവിക്കുന്നിടത്തൊക്കെ ഇസ്ലാമിന്റെ ഒരു രീതിയുണ്ട്. ആ രീതി വലുതൊന്നും അവകാശപ്പെടില്ല, ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ സാധ്യമല്ല. രണ്ടാള് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കില്ല 40 ആളില്ലേ? നല്ല ചോദ്യം. അല്ല, തുടക്കം ഈ 2 പേരാണ്. പക്ഷെ പിന്നെ അത് കൂടുതൽ ആളുകളിലേക്ക്, ഏകദേശം 1 ഡസൻ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ രോഗം ഏകദേശം 1 ഡസൻ ആളുകളെ